വെൽക്കം ടു ജെയ്സീസ് വേൾഡ്. ഇന്ന് നമുക്ക് തട്ടുകട സ്റ്റൈലിൽ കാടമുട്ട ഫ്രൈ തയ്യാറാക്കാം. അതിനായി കാടമുട്ട ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പീസസ് ആക്കി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ട് വാടി വരുമ്പോൾ നന്നായി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വാട്ടി കൊടുക്കാം. ചെറിയ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ചുവന്നുള്ളി, ഞാനിവിടെ ഒരു 25 ചുവന്നുള്ളിയാണ് എടുത്തേക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് 5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചുവന്നുള്ളി നന്നായി വാടുന്നത് വരെ നമുക്കൊന്നുകൂടി ഇളക്കി കൊടുത്ത് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ അതിലോട്ട് നമുക്ക് 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് ഒഴിഞ്ഞ് വരുമ്പോൾ അതിലോട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് ഒന്ന് വീണ്ടും നമുക്ക് ഇളക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വയ്ക്കാം. തള വന്നതിന് ശേഷം നമുക്കതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ആ വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എടുക്കാം. കാടമുട്ട നമുക്ക് തൊണ്ട് കളഞ്ഞ് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഇതിലോട്ട് കാടമുട്ട ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ തട്ടുകട സ്റ്റൈലിലെ കാടമുട്ട ഫ്രൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ ബൈ.